ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയേട്ടാ. എന്താ ചാവാൻ പോണോ? നിന്റെ ആഗ്രഹം പോലെ ഞാൻ ഒരാളെ പ്രണയിക്കാൻ തയ്യാറാണ്. നീ പ്രണയിക്കണോന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. നീ ഒരാളെ സജസ്റ്റ് ചെയ്യ്, ഞാൻ കയറി ഇപ്പൊ പ്രേമിക്കും. എന്റെ വായിന്ന് ലക്ഷ്മിയുടെ പേര് ഇവന് കേൾക്കണം, അതിനാണ് ഈ കിടന്ന് കുറുകുന്നത്. ഇന്നലെ നിന്റെ ഒരു കൂട്ടുകാരി വന്നില്ലേ, പേരെന്തരായിരുന്നു? ലക്ഷ്മി. ആ ലക്ഷ്മി. ലക്ഷ്മി എങ്ങനെയാണ് ആള്? പാവാണോ? അവള് പാവമാണ്, പക്ഷെ ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. ആന്ധ്രാ അതുകൊണ്ട് തന്നെ ലക്ഷ്മി എനിക്കൊരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് തോന്നി. ഒറ്റ ദിവസം കൊണ്ട് വൈഫ് മെറ്റീരിയൽ ആയ. ഇനിയിപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, ട്രാക്ക് മാറ്റി പിടിക്കണം. കരഞ്ഞു മെഴുവ. ശരിയാടാ, നിന്റെ കൂട്ടുകാരെ ആശ്രയ സൗന്ദര്യം ഇല്ല. നിന്റെ ഒന്നും വേവല്ലല്ലോ ഞാൻ ഇനി അവളെ നോക്കിയാ നിനക്കൊരു കുറച്ചിലാണെങ്കിലാ. ഏയ്, ഞാൻ കരയുന്നൊന്നും കാണുന്നില്ലേ? നീ എങ്ങനെയും ഒന്ന് സെറ്റാക്കി താടേ. ഇപ്പോഴാണ് അറിയുന്ന ലവിന്റെ ഒക്കെ വില. നിന്റെ അവളെ അടിയും വഴക്കും ബഹളവും ഒക്കെ ഞാൻ ദിവസവും ഡെയിലി കേൾക്കണം അല്ലേ? പിന്നെ അവളോട് സൗഹൃദം ഞാൻ കളയണം. പിന്നെ ഞാൻ അവള് റിലേഷൻ ആയി കഴിഞ്ഞാൽ നീ എന്റെ ഇടക്കണം. ഞാൻ അവിടെ നിന്ന് തിണ്ടാ. നീ നിന്റെ കാര്യം നോക്കി പോണം. നിനക്ക് എപ്പോഴും ഒരു 10ാമത്തെ സ്ഥാനം ഞാൻ നിനക്ക് തരും. നീ അവളുടെ അടുത്തൊന്ന് പറഞ്ഞ് എന്നെ പറ്റി 2-3 കാര്യങ്ങളൊക്കെ പൊക്കി പറയണം. ഹാഷർ അങ്ങനെയാണ്, ഹാഷർ ഒരു അടിക്ക് 10 മാങ്ങ തറയിടും, പിന്നെ തേങ്ങ നഖം കൊണ്ട് ഇളക്കിയെടുക്കും. അവള് വെള്ളം കൊണ്ട് വരെയായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. പക്ഷെ എന്റെ മനസ്സിൽ വന്ന മുഖം എന്തെന്നറിയോ? അവള് ക്യാസറുള്ളൊരു 10 അപ്പമായിട്ട് വരുന്നതൊക്കെയാണ് എന്റെ മനസ്സിൽ കണ്ട. അവള് ഒരു വൈഫ് മെറ്റീരിയൽ ആണ്. അവള് നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവള്. ഇത് കണ്ട, ഇതിന്റെ വിലയുള്ളൂ നീ പറഞ്ഞതിനൊക്കെ.